അതിന് ഇനിയിപ്പോൾ മറ്റ് നടപടികൾ, അതായത് സീറ്റ് സാങ്ഷൻ ആക്കണം. അത് ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. 150 കോടി രൂപയോളം കേന്ദ്രത്തിൻ്റെ സഹായം അതിന് ലഭിക്കുന്നതാണ്. അല്ല, അതിപ്പോൾ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. 2 എന്ന് പറയുന്നതിനേക്കാളും നല്ലതൊരു പേര് നൽകുക. അപ്പോൾ കെ കരുണാകരൻ കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആയിരുന്നു, ഈ ജില്ലയെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്ന ഉചിതമായിരിക്കുന്നൊരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. അല്ല, ഞാൻ പറയാം, മരുന്നുകളുടെ ക്ഷാമം ഇതുവരെയായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ചില പത്രത്തിൽ കണ്ടതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കിട്ടാത്തതുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അത് തികച്ചും തെറ്റാണ്. ഡോക്ടർമാരുണ്ട്, മരുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഇതുവരെ ബാധിച്ചിട്ടില്ല. അല്ല, റിപ്പോർട്ടുകൾ നോക്കുന്ന അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കും. റിപ്പോർട്ടുകൾ അങ്ങനെ റിപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇനി എന്താണ് കാര്യങ്ങൾ പരിശോധിക്കണമല്ലോ. ഞങ്ങളുടെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ഒരു ശിശുമരണങ്ങളുടെ തോത് കേരളത്തിലില്ല. പരിശോധിക്കുക. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. ഞാനും ഈ ചില മീഡിയ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടില്ല.